ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും വലിയ ബിഗ് സോറി കേട്ടോ. ഇന്നലെ ദാമ്പത്യം കാത്തിരുന്ന് നിങ്ങൾ മുഷിഞ്ഞെന്ന് മനസ്സിലായി. ചെറിയൊരു ബ്രോങ്കൈറ്റിസ് പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് വോയിസ് ചെയ്യാൻ പറ്റാഞ്ഞതാണ്. സോ അതും കൂടെ കൂട്ടിച്ചേർത്ത് ഇന്ന് കോമ്പൻസേഷൻ തന്നേക്കാം. അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം കേട്ടോ. രചന അവതരണം മൈഥിലി മിത്ര. ഭാഗം 36. കൊച്ചു കുഞ്ഞാണോ ദേവികെ നീ? ഇപ്പോൾ കണ്ടില്ലേ കൈ പൊള്ളിയില്ലേ? അവളെയും വലിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറുമ്പോൾ മഹർഷി എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നുവെങ്കിലും ദേവിയേക്ക് അപ്പോഴൊന്നും ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥയല്ലായിരുന്നു. അത്രമേൽ അവളുടെ കൈക്ക് മുകളിൽ പൊള്ളലിൻ്റെ വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ നിന്നോടാരാ ചായ എടുത്തോണ്ട് ഇങ്ങോട്ട് വരയ്ക്കാൻ പറഞ്ഞേ? ആരെങ്കിലും ഇവിടെ ആവശ്യപ്പെട്ടോ? ടാപ്പ് തുറന്ന് അതിൻ്റെ അടിയിലേക്ക് അവൻ അവളുടെ വലത്തെ കൈ പിടിച്ചു വെച്ചു. കുറേ നേരം തണുത്ത വെള്ളം പൊള്ളിയിടത്ത് വീണതുകൊണ്ടാവാം അവൾക്കപ്പോൾ ചെറിയ ആശ്വാസം തോന്നിയത്. അതുകൊണ്ട് തന്നെ ദേവിക കൈ പൊടുന്നതിനെ പിന്നിലേക്ക് വലിച്ചു. എങ്ങോട്ടേക്കാ നീ? അപ്പോൾ തന്നെ അടുത്ത് നിൽക്കുന്ന ആ ഒരുവൻ്റെ ദേഷ്യത്തോടെയുള്ള ചോദ്യം പെണ്ണിൻ്റെ കാതിൽ വന്ന് പതിച്ചിരുന്നു. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നിലേക്ക് വലിച്ച കൈ വീണ്ടും വെള്ളത്തിന് കീഴെ പിടിച്ചുകൊണ്ട് ദേവിക മെല്ലെ മറുപടി നൽകി. ആദിയുടെ ദേഷ്യഭാവം കണ്ട് അവൾ പേടി കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അത് നീയാണോ തീരുമാനിക്കുന്നത്? ആണോന്ന്? മര്യാദയ്ക്ക് ഇത്തിരി നേരം കൂടി വെള്ളത്തിൻ്റെ അടിയിൽ വയ്ക്കാൻ നോക്ക്. പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ കൈപ്പത്തി പിടിച്ചവൻ തിരിച്ചും മറിച്ചും നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പൊള്ളിക്കുമ്പള വരാൻ പാകത്തിനൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും പെണ്ണിൻ്റെ വെളുത്ത പുറം കൈ നല്ലതുപോലെ ചുവന്ന് കയറിയിരുന്നു. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. അല്ല, നിനക്ക് രണ്ട് ഉണ്ട കണ്ണുള്ളല്ലോ ആ മുഖത്ത്. അതെന്തിനു വെച്ചേക്കുവാ? എൻ്റെ കൊച്ചു നിന്നെ കണ്ടാൽ എപ്പോഴും ഓടി വന്ന് പിടിക്കുമെന്ന് നിനക്ക് അറിവുള്ളതല്ലേ? ചായ ഏതേലും ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുപോയി വയ്ക്കുവാൻ നിനക്കറിയില്ലായിരുന്നോ? ഇപ്പോൾ സമാധാനമായല്ലോ. അല്ല, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, നീ എങ്ങനാടി ഒരു ടീച്ചറായത്? ഇതൊക്കെയല്ലേ നീ നിൻ്റെ ക്ലാസ്സിലെ പിള്ളേരെയും പഠിപ്പിക്കുന്നത്? പരസ്പര ബോധമില്ലാതെ പുലമ്പുന്നവനെ കണ്ടതും ദേവികയ്ക്ക് പൊടുന്നതിന് ആശ്ചര്യം തോന്നിപ്പോയി. ആ മുഖത്ത് ഇപ്പോഴും ഗൗരവമാണ്. തനിക്ക് വേദനിച്ചത് കൊണ്ടുള്ള വേദനയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. പക്ഷെ എന്തിന്? ചിലപ്പോൾ തത്തയുടെ അമ്മയെന്നുള്ള കരുതലാവാം. അവൻ നോക്കുന്നത് കണ്ടതും കൈ പിന്നിലേക്ക് വലിച്ചുകൊണ്ട് ദേവിക മുഖം കുനിച്ചു പിടിച്ചു നിന്നു. നടക്ക്, ഇപ്പോൾ തന്നെ പൊള്ളലിൻ്റെ ക്രീം പുരട്ടിയാൽ ഇതങ്ങ് മാറിക്കോളും. കാവുമ്പാട്ടെ മഹർഷിയുടെ ആജ്ഞ കാതരികിൽ വന്നലച്ചതും അവൾ വാഷ്റൂമിൻ്റെ ഡോർ തുറന്ന് ധൃതിയിൽ പുറത്തേക്കിറങ്ങി. പിന്നാലെ അവനും. നിക്കടി അവിടെ. വാതിലിന് നേരെ നടക്കുന്നവളെ കണ്ടതും ആദിയുടെ മുഴക്കത്തോടെയുള്ള ശബ്ദം വീണ്ടും ആ മുറിയിൽ പൊങ്ങി. ആ. മുന്നോട്ടേക്ക് പോയവൾ പിടിച്ചു കെട്ടിയതുപോലെ നിന്നിടത്ത് തന്നെ തിരിഞ്ഞു നിന്നു. അവനപ്പോഴേക്കും ഒരു പ്ലാസ്റ്റിക് ബോക്സുമായി അവൾക്കരികിലേക്ക് നടന്നു ചെന്നിരുന്നു. എങ്ങോട്ടേ കൈ ഓടുന്നേ? ഇവിടെ ഇരിക്കെ. അവൾക്ക് പിന്നിലായി കിടക്കുന്ന കട്ടിൽ ചൂണ്ടിക്കാട്ടി അവൻ ആംഗ്യം കാട്ടി. പക്ഷേ ഭയം കൊണ്ടാവാം ദേവിക അപ്പോഴും ഇരിക്കുവാൻ കൂട്ടാക്കിയില്ല. ഹാ, ഇരിക്കു ടീച്ചറെ. പെണ്ണിൻ്റെ മുഖം മാറിയത് കണ്ടതും ആതിരി ഇത്തിരി ശാന്തനായി. അമ്മ ഇരിക്കമ്മേ, മർഷി മരുന്ന് വെച്ച് തരും. സങ്കടത്തോടെ ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ട് തത്തമ്മ അപ്പോഴേക്കും അവളെ വന്ന് കെട്ടിപ്പിടിച്ചിരുന്നു. താൻ കാരണമാണ് അമ്മയ്ക്ക് പൊള്ളിയെന്നുള്ള കുറ്റബോധവും ആ പാവം കുഞ്ഞിനുണ്ടായിരുന്നു. തലയാട്ടി കട്ടിലിലേക്ക് മുഖം കുനിച്ചിരിക്കുമ്പോൾ അതിവേഗത്തിൽ മിടിക്കുന്ന ഹൃദയത്തെ അടക്കുവാൻ അവൾ പാടുപെട്ടിരുന്നു. കൈനീട്ട്. ബോക്സിൽ നിന്നും ഒരു ക്രീമിൻ്റെ ട്യൂബ് എടുത്ത് അടപ്പ് തുറന്നവൻ. ഞാൻ തേച്ചോളാം. പെണ്ണപ്പോഴേക്കും ചാടിക്കയറി പറഞ്ഞിരുന്നു. അതെന്താ? ഞാൻ തേച്ചു തന്നാൽ നിന്റെ വേദന കുറയില്ലേ? അതോ പൊള്ളൽ മാറില്ലേ? വലത്തെ പുരികം പൊക്കി വെച്ച് ഒട്ടൊരു ഗൗരവത്തോടെ ചോദിക്കുന്നവൻ്റെ മുൻപിൽ അനുസരിക്കാതിരിക്കുവാൻ അവൾക്കായില്ല. യാന്ത്രികമായി പെണ്ണിൻ്റെ വലത്ത് കൈ ആദിക്ക് നേരെ നീണ്ടു. ട്യൂബിൽ നിന്നും ചൂണ്ടുവിരലിൻ്റെ അറ്റത്തേക്കായി ഞെക്കിയെടുത്ത ക്രീം അവൻ ആ പെണ്ണിൻ്റെ കൈയുടെ പുറത്തായി തെളിഞ്ഞു കാണുന്ന ചുവപ്പിനു മുകളിലേക്ക് നന്നായി തേച്ചു പിടിപ്പിച്ചു കൊടുത്തു. ഇത് ഇടയ്ക്കിടയ്ക്ക് പുരട്ടി കൊടുത്താൽ മതി, കുറഞ്ഞോളും. അവൻ ക്രീമിൻ്റെ ട്യൂബ് അടച്ചു വെച്ചിട്ട് അവൾക്ക് മുന്നിൽ നിന്നും മാറി. ആദ്യം എഴുന്നേറ്റു എന്ന് കണ്ടതും പൊടുന്നനെ ദേവിക ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. എന്നിട്ട് പുറത്തേക്ക് പോകുവാനായി വീണ്ടും തിരിഞ്ഞു. ടീച്ചറൊന്ന് നിന്നേ. വീണ്ടും അവൻ്റെ പിൻവിളി പെണ്ണിൻ്റെ കാലുകളിൽ ചങ്ങലപ്പൂട്ടിട്ടു. എങ്ങോട്ടായി ഓടണേ? അടുത്തേക്ക് വരുന്നവനെ മുഖമുയർത്തി നോക്കുവാൻ പോലും ദേവിക അപ്പോൾ ശ്രമിച്ചില്ല. കാരണം ഉള്ളിലപ്പോഴും
കാവുമ്പാട്ടെ മഹർഷി അവൾക്ക് അന്യപുരുഷനായിരുന്നു. അത് മാത്രമല്ല, ഇതിലും വലിയ മുറിവുകളും ആഴത്തിലുള്ള പൊള്ളലുകളുമൊക്കെ 3-4 മാസങ്ങൾക്ക് മുൻപ് വരെ തൻ്റെ ശരീരം തുടർച്ചയായി ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ്. കത്തിച്ച സിഗരറ്റ് കൊണ്ട് ശരീരം മുഴുവൻ പൊള്ളലേൽപ്പിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തെ ഭോഗിക്കുവാൻ സ്തുതി കാട്ടുന്ന വെപ്രാളം അവളുടെ മനസ്സിലേക്ക് പൊടുന്നനെ ഓടിയെത്തി. നരകവേദനകൾ അനുഭവിച്ച രാത്രികൾ, 5-6 വർഷങ്ങൾ താൻ എങ്ങനെയാണ് ആ വേദനകളൊക്കെ സഹിച്ചതെന്ന് ഇപ്പോഴും അറിയില്ല. അന്നൊക്കെ ഒന്നും മരുന്നിടാൻ പോലും തോന്നാറില്ലായിരുന്നു, ആരോടോ ഒക്കെയുള്ള വാശിക്ക് വേണ്ടി. അപ്പോഴാണ് ഈ ചെറിയൊരു പൊള്ളലിനു വേണ്ടി താൻ ഇത്രയും പരവേശപ്പെടുന്നത്. അവൾക്ക് സ്വയം പുച്ഛം തോന്നിപ്പോയി. ഇന്നാ ഇത് കൊണ്ടുപോയിക്കോ, ഇനി പുറത്തുനിന്ന് വാങ്ങേണ്ടല്ലോ. തൻ്റെ കൈക്കുള്ളിലേക്ക് ബലമായി വെച്ച് തന്ന ക്രീമിൻ്റെ ട്യൂബാണ് പെണ്ണിനെ സുധിയുടെ ഓർമ്മകളിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചത്. അനുസരണയോടെ തലയാട്ടിക്കൊണ്ട് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാനായി തുടങ്ങിയപ്പോഴാണ് തറയിൽ പൊട്ടിക്കിടക്കുന്ന കപ്പിൻ്റെ അവശിഷ്ടങ്ങളും ടൈൽസിന് മുകളിൽ പടർന്ന ചായയും അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തൻ്റെ തെറ്റാണ്, താൻ കാരണമാണ് ഈ മുറി വൃത്തികേടായത്. അവൾ അതും നോക്കി ഒരു നിമിഷം നിന്നുപോയി. താഴെ ചെന്ന് രാധമ്മയോട് ചോദിച്ചാൽ ക്ലീൻ ചെയ്യാനുള്ള അഴുക്കുതുണി കിട്ടുമായിരിക്കും. അതും വിചാരിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് നടക്കുവാനായി തുടങ്ങിയപ്പോഴാണ് വീണ്ടും ആദിയുടെ മുഴക്കത്തോടെയുള്ള ശബ്ദം അവളെ പിന്തുടർന്നത്. ആ വയ്യാത്ത കയ്യും കൊണ്ട് ഇവിടം വൃത്തിയാക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് കയറി വരണ്ട, ഞാൻ ചെയ്തോളാം. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ദേവിക്ക് അത്ഭുതം തോന്നിപ്പോയി. കാവുമ്പാട്ടെ ചട്ടമ്പി ഇത്രയ്ക്ക് പാവോ? ആദ്യമായി ആദിയെ ഓർത്തപ്പോൾ പെണ്ണിൻ്റെ മനസ്സിൽ കുഞ്ഞൊരു തണുപ്പ് വീണു. അതിന് പ്രണയത്തിൻ്റെയോ ഗന്ധമോ രുചിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരിഷ്ടം, സ്നേഹം, ബഹുമാനം, അങ്ങനെ എന്തൊക്കെയോ ആണ്. വാതിൽക്കൽ നിന്നും പുറത്തേക്ക് നടക്കുമ്പോൾ എന്തിനോ വേണ്ടി ഒരു ചിരി ദേവികയുടെ ചുണ്ടിൽ തത്തി കളിച്ചിരുന്നു. മർഷി, അമ്മ എന്നോട് പിണങ്ങോ? ദേവിക ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഉടനെ തത്ത ഇത്തിരി പരിഭ്രമത്തോടെ അടുത്തു നിന്ന മഹർഷിയെ തോണ്ടി വിളിച്ചു. എന്തിനാടാ പൊന്ന? കുഞ്ഞിപ്പെണ്ണിനെ കയ്യിൽ കോരിയെടുത്ത് കറക്കിക്കൊണ്ട് അവൻ ആ കുഞ്ഞിക്കവിളിൽ ഒരു മുത്തം കൊടുത്തു. ഞാൻ കെട്ടിപ്പിടിച്ചോണ്ടല്ലേ അമ്മയുടെ കയ്യെ ചായ വീണേ? അല്ലല്ലോടാ. കൊഞ്ചലോടെ ചോദിക്കുന്നയാൾക്ക് മറുപടി പറയുവാൻ ഒരു നിമിഷം പോലും ആദിക്ക് സമയമെടുത്തില്ല. അപ്പോൾ അമ്മ മിണ്ടൂല്ലേ? പെണ്ണിൻ്റെ കുഞ്ഞു മുഖത്ത് ആശ്വാസത്തിൻ്റെ വെട്ടം വീണു. എൻ്റെ കുഞ്ഞിനോട് മിണ്ടാതിരിക്കാൻ ആർക്കാ പറ്റുക? അവനവളെ ഒക്കത്തേക്ക് വെച്ചുകൊണ്ട് കട്ടിലിലേക്ക് കൊണ്ടുപോയി കിടത്തി. പിന്നീട് ഒരു വേസ്റ്റ് തുണി എടുത്ത് മുറി തുടച്ച് വൃത്തിയാക്കി. ദിവ്യേ, ഇച്ചിരി ചൂടുവെള്ളം അനത്തി തരുമോ? വലിച്ചു കിടന്ന സരസ്വതിക്ക് ശ്വാസം കിട്ടാതെ കണ്ണു പുറത്തേക്ക് മിഴിയുന്നുണ്ടായിരുന്നു. പിന്നെ ചോദിക്കുമ്പോൾ ചൂടുവെള്ളം അനത്തി തരാനല്ലേ നിങ്ങളുടെ മോൻ എന്നെ ഇങ്ങോട്ടേക്ക് കെട്ടിക്കൊണ്ട് വന്നേക്കുന്നത്? ഉച്ചത്തിൽ അവരെ വാക്കുകൾ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുമ്പോൾ അമ്മായിയമ്മയോടുള്ള വെറുപ്പ് ദിവ്യയിൽ നിന്നും പുറത്തേക്ക് വന്നു. ഒട്ടും വയ്യാഞ്ഞിട്ടാ മോളെ, ശ്വാസം എടുക്കാൻ പറ്റണില്ല. അവർ കരഞ്ഞു പോയിരുന്നു. എടുക്കാൻ പറ്റുന്നില്ല, എടുക്കണ്ട, നാശം പിടിക്കാനായി. ഒരു മൊന്ത വെള്ളം എടുത്തുകൊണ്ട് ചെന്ന് കട്ടിലിനരികിലേക്ക് കിടക്കുന്ന മേശയുടെ മുകളിലായി ഇത്തിരി ശക്തിയിൽ തന്നെ ദിവ്യ വെച്ചു. മോളെ, ദേവനെ ഒന്ന് വിളിക്കുമോ? എനിക്കൊട്ടും വയ്യ, ആശുപത്രി പോണം. കണ്ണുകൾ മിഴിച്ചുകൊണ്ട് നെഞ്ച് തടവി അവർ. ഓ, ഇനിയിപ്പോൾ അതിൻ്റെയും കൂടെ കുറവേ ഉള്ളൂ തള്ളയ്ക്ക്, ബാക്കിയെല്ലാം തികഞ്ഞിരിക്കുക. പിറുപിറുത്തുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് ചവിട്ടിത്തുള്ളി പോകുന്ന മരുമകളെ നോക്കി സങ്കടത്തോടെ കിടക്കുവാൻ മാത്രമേ സരസ്വതിക്കപ്പോൾ കഴിഞ്ഞുള്ളൂ. അവർ ഏങ്ങിക്കൊണ്ട് മെല്ലെ ബെഡിൽ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റിരുന്നു. മേശയുടെ മുകളിൽ വെച്ചിരിക്കുന്ന മൊന്ത വിറയ്ക്കുന്ന കൈകളോടെ എത്തിച്ചെടുക്കാൻ സരസ്വതി ഒരു പ്രയത്നം നടത്തിയെങ്കിലും കഴിഞ്ഞില്ല. അവർ കട്ടിലിൻ്റെ അറ്റത്തേക്ക് നിരങ്ങിച്ചെന്നിരുന്നു. ഒടുവിൽ മൊന്ത കയ്യിൽ കിട്ടിയതും അവരത് ആർത്തിയോടെ കുടിക്കാനായി തുടങ്ങി. പെട്ടെന്ന് അവരുടെ ചങ്കിൽ ഭാരം നിറയുന്നത് പോലെ തോന്നി. ഇടത്തു കൈകൊണ്ട് നെഞ്ചിന് മുകൾ ഭാഗം സ്വയം അമർത്തി തൂക്കുമ്പോൾ അവരുടെ ചുണ്ടുകളിൽ നിന്നും പല പ്രാവശ്യം ദേവ എന്ന പേര് പുറത്തേക്ക് ചാടി. വളരെ പതിയ ശബ്ദത്തിൽ. പൊടുന്നനെ അവരുടെ എല്ല് പിടിച്ച് ശോഷിച്ച കയ്യിൽ നിന്നും പാത്രം താഴേക്ക് വീണുപോയി. അത് തറയിൽ വീണ് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. എന്താ അവിടെ? ശബ്ദം കേട്ടുകൊണ്ട് മുറ്റത്തുള്ള തൊടിയിൽ നിന്നിരുന്ന ദേവൻ അമ്മയുടെ മുറിയുടെ ജനലിൽ കൂടി പുറത്തുനിന്ന് എത്തി നോക്കി. ബെഡിൽ നിന്നും താഴേക്ക് മറിഞ്ഞു വീഴുന്ന സരസ്വതിയെയാണ് ദേവൻ അപ്പോൾ കണ്ടത്. സാർ,
എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കാഷ്വാലിറ്റിയുടെ മുൻപിലുള്ള ചെയറിൽ ഇരിക്കുകയായിരുന്ന ദേവൻ എമർജൻസി റൂമിൻ്റെ വാതിൽ തുറന്നു വന്ന ഡോക്ടറിനെ കണ്ടപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. സരസ്വതിക്ക് BP നല്ലോണം കൂടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ശ്വാസം മുട്ടലും. തൽക്കാലം ഇവിടെ അഡ്മിറ്റ് ചെയ്യുകയാണ്. ആളൊന്നും ഓക്കെ ആയാൽ ഞാൻ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. 50 വയസ്സിന് മുകളിൽ പ്രായം തോന്നുന്ന ആ പൊക്കം കുറഞ്ഞ ഡോക്ടർ ദേവനോട് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുത്തു. അപ്പോൾ എത്ര നാൾ കിടക്കേണ്ടി വരും ഡോക്ടർ? അവൻ്റെ സംശയം അതായിരുന്നു. അത് പറയാൻ പറ്റുകയില്ല, എങ്കിലും മിനിമം ഒരാഴ്ച കിടക്കേണ്ടി വരും. അയാൾ ദേവൻ്റെ തോളിൽ തട്ടി പറഞ്ഞതും അവൻ സമ്മതത്തോടെ തലയാട്ടി. ഡോക്ടർ പോയതും ദേവൻ പഴയതുപോലെ അവിടെ കിടന്ന കസേരയിലേക്ക് തന്നെ ചെന്നിരുന്നു. എന്താ ദേവേട്ട ഡോക്ടർ പറഞ്ഞത്? അവന് തൊട്ടടുത്തിരുന്ന ദിവ്യ അവനെ നോക്കിക്കൊണ്ട് ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ ചോദിച്ചതു. ശ്വാസം മുട്ടൽ കൂടുതലാ, BPയും കൂടിയെന്ന്. ഒരാഴ്ചയെങ്കിലും ഇവിടെ കിടക്കണമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇരു കൈവിരലുകളും കൂട്ടിപ്പിണച്ചുകൊണ്ട് അവൻ കസേരയിൽ ഇത്തിരി മുന്നോട്ടേക്ക് ആഞ്ഞിരുന്നു. അയ്യോ, അപ്പോൾ എങ്ങനെയാ ദേവേട്ട? ആരിവിടെ വന്ന് നിൽക്കും? ഉള്ളിൽ വല്ലാത്ത അമർഷം തോന്നിയെങ്കിലും അവളത് പുറത്തേക്ക് കാട്ടാതെ ദേവനോട് തിരക്കി. നമ്മൾ നോക്കണം, അല്ലാതെ നമ്മുടെ അമ്മയെ വേറെ ആര് വന്ന് നോക്കാനാ? അവന് മറുത്ത് ചിന്തിക്കേണ്ട ഒരാവശ്യം വന്നില്ല. അതല്ല ദേവേട്ട, ഞാനെന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ദേവേട്ടനെന്ന് ഓഫീസിൽ പോകേണ്ടതല്ലേ? അപ്പോൾ ആശുപത്രിക്കാരി എല്ലാം കൂടി എങ്ങനെയാ നോക്കുന്നതെന്ന് ഓർത്തുപോയി. ദിവ്യ സ്വയം ഒഴിഞ്ഞു മാറുവാൻ എന്ന വണ്ണം വഴികൾ തിരഞ്ഞു. അതിന് ഞാനെന്തിനാ ദിവ്യ ലീവ് എടുത്ത് ഇവിടെ നിൽക്കുന്നത്? അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഇപ്പോൾ നീ മാത്രം പോരെ? രാത്രി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എന്നും ഞാൻ ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ ആ പ്രശ്നത്തിലൊരു തീരുമാനമായില്ലേ? ദേവൻ വളരെ ഗൗരവത്തോടു കൂടി ഭാര്യയോട് ചോദിച്ചു. ഒരാഴ്ച ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാനോ? ദേവേട്ടൻ ഇതെന്തൊക്കെയായി പറയുന്നേ? അപ്പോൾ മോൻ്റെ കാര്യമോ? അവനെ ആര് നോക്കും? ഒന്നാമതേ കുഞ്ഞാണ്. ആശുപത്രിയിൽ അവനെ കൊണ്ടുവന്ന് ഒരാഴ്ച നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതൊട്ടും നല്ലതല്ല ദേവേട്ട. ആദ്യമായി ദിവ്യയ്ക്ക് സ്വന്തം ഭർത്താവിനോട് അമർഷം തോന്നിപ്പോയി. താൻ പറയുന്ന എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്നവൻ ഇക്കാര്യത്തിൽ മാത്രം തന്നെ കേൾക്കുന്നില്ല എന്നൊരു തോന്നൽ അവളെ വന്നു പൊതിഞ്ഞു. അതിന് മോനിപ്പോൾ നമ്മുടെ കൂടെ ഇല്ലല്ലോ. അവൻ ഒരാഴ്ചയായിട്ട് നിന്റെ വീട്ടിൽ വെക്കേഷൻ ആഘോഷിക്കാൻ പോയിരിക്കുമല്ലേ ദിവ്യേ? പിന്നെന്താ പ്രശ്നം? ഒരാഴ്ചയും കൂടി അവൻ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് കരുതണം. ദേവൻ ഇക്കാര്യത്തിൽ മറുത്തൊന്നും ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല. പക്ഷേ അടുത്തിരിക്കുന്ന ഭാര്യയുടെ പുകയുന്ന മനസ്സ് അവനപ്പോൾ ഒട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഞാനെന്തിനീ തള്ളെ നോക്കണം? എനിക്കെങ്ങും പറ്റത്തില്ല ഇവരെ ശുശ്രൂഷിക്കാൻ. വേണേ മക്കൾ നിന്നങ്ങ് നോക്കട്ടെ, അല്ലാതെ എനിക്ക് പറ്റത്തില്ല ഒരാഴ്ചത്തെ ഹോസ്പിറ്റൽ വാസം നടത്തുവാൻ. ദിവ്യ കൗശലത്തോടെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ദേവനോട് നേരിട്ട് പറയുവാൻ അവളൊട്ടും ആഗ്രഹിച്ചില്ല താനും. രാത്രി ഏറെ ആയപ്പോഴാണ് സരസ്വതിയെ മുറിയിലേക്ക് മാറ്റിയത്. നേരത്തെയുള്ള അവസ്ഥയിൽ നിന്നും അവർക്കൊത്തിരി മാറ്റമുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? കട്ടിലിൽ കിടക്കുന്ന അവരുടെ അരികിലേക്ക് ചെന്ന് ദേവൻ അന്വേഷിച്ചു. പക്ഷേ അപ്പോഴും ദിവ്യ മാത്രം ഫോണിൽ കുത്തിക്കൊണ്ട് ബൈസ്റ്റാൻഡർ ബെഡിൽ കയറിയിരുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മോനെ. വളരെ ദുർബലമായിരുന്നു അവരുടെ വാക്കുകൾ. ഡോക്ടർ ഒരാഴ്ച ഇവിടെ കിടക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനവിടെ കിടന്ന ഒരു സ്റ്റൂളിലേക്കായി ഇരുന്നു. അയ്യോ, അത്രയും ദിവസമോ? ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ദേവ. ആ ഡോക്ടർ വരുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് ചോദിച്ചു നോക്കിയാലോ? ഒരാഴ്ച ഇവിടെ കിടന്നാൽ അത് മകനും മരുമകൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ തടസ്സം പറഞ്ഞു. അതിനിപ്പോൾ എന്താ? നേരത്തെ ഡിസ്ചാർജും എഴുതി മേടിച്ച് വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? 2 ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും ഇതുപോലെ വരും. അതുകൊണ്ട് നല്ലപോലെ കുറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി. അവൻ കട്ടായം പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ എടുത്ത് വെറുതെ കയ്യിൽ വെച്ചു. അങ്ങനെയല്ല ദേവ ഞാൻ പറഞ്ഞത്. നിനക്ക് ഓഫീസിൽ പോകേണ്ടതല്ലേ? അപ്പോൾ എങ്ങനെയാ? അവർ ഒടുക്കാൻ ചോദിച്ചു പോയി. അതിനല്ലേ ഇവിടെ ദിവ്യയുള്ളത്. അവൾ ഇവിടെ നിന്നോളും. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയല്ലോ. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച രീതിയിലായിരുന്നു ദേവൻ്റെ സംസാരം. പക്ഷേ ദിവ്യയുടെ കണ്ണുകളിലെ വെറുപ്പ് കണ്ടതും സരസ്വതിക്ക് സ്വന്തം നിസ്സഹായതയോർത്ത് സങ്കടം വന്നുപോയി. അമ്മേ, ഉമ്മ. ഉറങ്ങാനായി കിടന്നിട്ടും ഉറങ്ങാതെ ദേവികയെ കെട്ടിപ്പിടിച്ച് ഉമ്മകൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു തത്തക്കുഞ്ഞ്. അതിനിടയ്ക്ക് അമ്മയുടെ പൊള്ളിയ കയ്യിൽ നോക്കിക്കൊണ്ട് ചുണ്ടു വീർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവൾ കാരണം പൊള്ളിയെന്നുള്ള സങ്കടമാണ് പെണ്ണിന്. എൻ്റെ പൊന്നു വാവേ, നിനക്ക്
എനിക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല. നീ കയറി കിടന്ന് ഉറങ്ങിക്കേ. നേരെ എത്രയായി എന്നാ വിചാരം? അവൾ കുഞ്ഞിനെ എടുത്ത് അടുത്തായി കിടത്തി. എന്നിട്ട് അവളുടെ കൂടെ കയറി കിടന്നു. അമ്മേ. ഇച്ചിരി കഴിഞ്ഞതും കുഞ്ഞിപ്പെണ്ണിൻ്റെ വിളി വീണ്ടും വന്നു. എന്താ മോളെ? തൻ്റെ വലത്തെ കൈക്കുഴയിലേക്ക് കയറി കിടക്കുന്നവളെ ഒന്നും കൂടി ദേഹത്തേക്ക് ചേർത്ത് കിടത്തിയിട്ട് ദേവിക വിളി കേട്ടു. മഷി ഒത്തിരി പാവല്ലേ? അമ്മയെ നോക്കിക്കൊണ്ട് ആ കുഞ്ഞു മനസ്സ് തുറന്നു. പാവ. അവളുടെ കൈവിരലുകൾ അപ്പോൾ കുഞ്ഞിൻ്റെ നെറുകയിൽ തഴുകിക്കൊണ്ടിരുന്നു. മോളെ മഷിക്ക് വലിയ ഇഷ്ടാ. അവൻ്റെ എന്തോ ഓർമ്മയിൽ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേവിക അവൾ പറയുന്ന ഓരോന്നും മൂളി കേട്ടുകൊണ്ട് കിടന്നു. എൻ്റെ അച്ഛനും മർഷിയെപ്പോലെ ആയിരുന്നേ, നല്ലതായിരുന്നു അല്ലേ അമ്മേ? അവളുടെ കൊഞ്ചലോടെയുള്ള ആ സംസാരം കേട്ടപ്പോൾ നെഞ്ചു വിങ്ങുന്നത് പോലെ തോന്നിപ്പോയി ദേവികയ്ക്ക്. ആദ്യമായിട്ടാണ് തത്തയിൽ നിന്ന് ഇതുപോലെയുള്ള ഒരു സംസാരം ഉണ്ടാവുന്നത്. അച്ഛൻ എന്ന വാക്കിനോട് പോലും ഒരു മമകാരമില്ലാതിരുന്നവൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊരു ചിന്ത ഉണ്ടായി എന്ന കാര്യത്തിൽ ദേവികയ്ക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം മഹർഷി തന്നെ. മോൾ എന്തൊക്കെയായി പറയുന്നേ? അവൾ ചെരിഞ്ഞു കിടന്നുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് അച്ഛനെ വേണമെന്ന് തോന്നാം അമ്മേ. മഷിയെപ്പോലുള്ളൊരു അച്ഛൻ. മോക്ക് കൊതിയാവാ. കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ കേട്ടതും അവളിൽ ഒരു ഞെട്ടൽ വന്നുപോയി. ഇവിടെ വരുന്നതിന് മുൻപ് വരെ ഒരു വാശിയോ ശാഠ്യമോ ഇല്ലായിരുന്ന കുഞ്ഞാണ്. വീട്ടിലുള്ളവരെ പേടിച്ച് ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ സ്വന്തം ആഗ്രഹങ്ങൾ പോലും മനസ്സിലൊതുക്കിയ പെണ്ണ്. ആ മോളാണ് ഇന്നിങ്ങനൊക്കെ പറയുന്നത്. അവളുടെ ലോകം താനാണെന്ന് വിചാരിച്ചു. അവളുടെ അച്ഛനും അമ്മയും എല്ലാം താനാണെന്നാണ് ഇത്രയും നാളും വിശ്വസിച്ചത്. പക്ഷേ കുഞ്ഞിപ്പോൾ ഒരച്ഛൻ്റെ സ്നേഹം കൊതിക്കുന്നു. ഇക്കാര്യത്തിൽ തനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇനിയൊരു വിധിക്ക് താൻ നിന്നു കൊടുക്കേണ്ട ആവശ്യവുമില്ല. കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അവൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് അവൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അമ്മേ. കുഞ്ഞിപ്പെണ്ണ് അവളുടെ മൗനം കണ്ട് വീണ്ടും തട്ടി വിളിച്ചു. എന്തോ ആലോചനയിലായിരുന്നവൾ മെല്ലെ ഒന്ന് വിളി കേട്ടു. എനിക്കൊരച്ഛനെ വാങ്ങിത്തരുമോ? ആഗ്രഹം ഇപ്പോൾ കെഞ്ചലിലേക്ക് വഴിമാറിയിട്ടുണ്ട്. അങ്ങനെ അച്ഛനെ വാങ്ങിച്ചു തരാനൊന്നും ആർക്കും പറ്റില്ല മോളെ. മോൾക്ക് അമ്മ മാത്രം പോരെ. നമുക്കിങ്ങനെ അങ്ങ് ജീവിച്ചാൽ പോരെ. വേറൊരു അച്ഛൻ വന്നാൽ മോളെ വഴക്കു പറഞ്ഞാലോ, അമ്മയെ അടിച്ചാലോ? അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? അച്ഛമ്മ വീട്ടിലെ പോലെ വീണ്ടും നമ്മൾ കരയേണ്ടി വരും. കുഞ്ഞിന് മനസ്സിലാവുന്ന ഭാഷയിൽ അവൾ വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെയാണോ? എന്തൊക്കെയോ മനസ്സിലാക്കിയ രീതിയിൽ കുഞ്ഞ് കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ചോദിച്ചു. അങ്ങനെ തന്നെയാ. മോള് തന്നെ കേട്ടല്ലോ എന്ന സന്തോഷത്തിൽ അവളും ആശ്വാസത്തോടെ ഒന്ന് നെടുവീർപ്പെട്ടു. അമ്മേ. വീണ്ടും തത്തയുടെ വിളി വന്നു. എന്താ പൊന്നെ? ഇത്തവണ ഉത്സാഹത്തോടു കൂടിയാണ് ദേവിക വിളി കേട്ടത്. മഷി ഒരിക്കൽ പോലും എന്നെ അടിച്ചിട്ടില്ലല്ലോ. ചൂണ്ടുവിരൽ താടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് സംശയം ചോദിച്ചു. ഇല്ലാലോ. അവൾ ആ പെണ്ണിൻ്റെ മൂക്കിൻ തുമ്പിൽ സ്വന്തം മൂക്ക് മുട്ടിച്ചു പിടിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. അമ്മ മർഷി എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ലല്ലോ. വീണ്ടും കൊഞ്ചിയുള്ള ചോദ്യം. ഇല്ലാലോ. ദേവിക വീണ്ടും അത് അംഗീകരിച്ചു കൊടുത്തു. അപ്പോൾ പേടിക്കണ്ട, നമുക്ക് മർഷിയെ എൻ്റെ അച്ഛയാക്കാം. മർഷി പാവാ. മർഷി എനിക്ക് എല്ലാം വാങ്ങിത്തരും. എൻ്റെ കൂടെ കളിച്ചും ചോറ് വാരിത്തരും, കുളിപ്പിച്ചും ഒത്തിരി ഉമ്മരും പാട്ട് പാടി ഉറക്കും. എനിക്ക് മർഷിയെ മതി അമ്മേ. എനിക്ക് സ്വന്തമായിട്ട് മർഷിയെ വേണം. തൻ്റെ മുകളിൽ കയറി കിടന്നുകൊണ്ട് വിതുമ്പുന്നവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയാതെ ദേവിക കുറച്ചു നേരം വെറുതെ അങ്ങനെ തന്നെ കിടന്നു. അങ്ങനെ കിടന്നുകൊണ്ട് എപ്പോഴോ അവർ ഇരുവരും ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോയിരുന്നു. നിന്റെ തള്ള ഇവിടെ കിടക്കുക. അവരെ നോക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. നിനക്ക് വേണമെങ്കിൽ നീ വന്ന് നിന്റെ തള്ളയുടെ കാര്യം നോക്ക്. എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല. ദിവ്യയുടെ ഫോണിൽ കൂടിയുള്ള സംസാരം കേട്ടതിൻ്റെ ഞെട്ടലിൽ ദേവിക ഫോണും ചെവിയിൽ പിടിച്ചുകൊണ്ട് ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. ഏട്ടത്തി, ഞാൻ വരാം. ഏത് ഹോസ്പിറ്റലിലാണ്? അവൾക്ക് കരച്ചിൽ വന്നു തുടങ്ങി. സംസാരം അവസാനിപ്പിച്ചുകൊണ്ട് ദിവ്യ ഫോൺ കട്ട് ചെയ്തതും അവൾ വേഗം പോയി തുണി മാറി വന്ന് റെഡിയായി. കൂട്ടത്തിൽ കുഞ്ഞിനെ ഒരുക്കി. ദേവികെ, കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടേക്കാ? ദിവ്യ പറഞ്ഞു കൊടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകുവാനായി ഗസ്റ്റ് ഹൗസ് പൂട്ടി ഇറങ്ങിയപ്പോഴാണ് രാധമ്മ ഉമ്മർത്ത് നിന്ന് അവളെ വിളിക്കുന്നത്. രാധമ്മേ, അമ്മയ്ക്കൊട്ടും വയ്യെന്ന്. ഞാൻ ഹോസ്പിറ്റലിലേക്കൊന്ന് പോവുക.
അങ്ങോട്ടേക്ക് ചെന്ന് മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ അവൾ വെപ്രാളത്തോടെ പറഞ്ഞു, നീ ഒറ്റയ്ക്കോ? അത് വേണ്ട കൊച്ചേ. അവർക്ക് ദേവികയെ ഒറ്റയ്ക്ക് വിടുവാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അതൊന്നും ഞാനിപ്പോൾ നോക്കുന്നില്ല രാധമ്മേ, എനിക്ക് പോണം. അമ്മയെ കാണുന്നത് വരെ എനിക്കൊരു മനസ്സമാധാനവും ഇല്ല. കണ്ണിലൂറിയ നനവിനെ കയ്യിലിരുന്ന കർച്ചീഫ് കൊണ്ട് തുടച്ചവൾ. ഷേ, ആവശ്യത്തിനുള്ള സമയത്ത് ആദ്യം എവിടെയില്ല. നീ നിൽക്ക്. എന്തായാലും ഒറ്റയ്ക്ക് പോകുവാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. നിന്റെ കൂടെ നീലിമ വരും. രാധമ്മ കട്ടായം പറഞ്ഞതും അവൾക്ക് അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം തൻ്റെ വീട്ടുകാർക്ക് തൻ്റെ മേലുള്ള സ്നേഹവും വിശ്വാസവും കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ നേരിട്ട് കണ്ടിരുന്നതല്ലേ. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും രാധയുടെ നിർദ്ദേശപ്രകാരം നീലിമ ഒരുങ്ങി ഇറങ്ങി വന്നു കഴിഞ്ഞിരുന്നു. നീലിമയുടെ സ്കൂട്ടറിൻ്റെ പിന്നിൽ കയറിയിരുന്നു കൊണ്ട് ആശുപത്രി ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ തൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുത് എന്നൊരു പ്രാർത്ഥന മാത്രമേ അവളുടെ ഉള്ളിൽ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ.